അയ്യപ്പ സംഗമം വഴി അവിടേക്കെത്തിയ സമുദായ നേതാക്കൾ വഴി ശബരിമല വികസനം പറഞ്ഞ മൂന്നാം മുഴം എളുപ്പമെന്ന പദ്ധതിയാണ് ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിലൂടെ പാളിയിരിക്കുന്നത്. സ്വർണം കട്ടവർ അമ്പലം വിഴുങ്ങികൾ എന്ന് വിളിച്ച് പ്രതിപക്ഷം ഇന്ന് സഭ സ്തംഭിപ്പിച്ചപ്പോൾ സ്പീക്കർ ചോദ്യോത്തരവേള തന്നെ റദ്ദാക്കി സഭാ നടപടികൾ നിർത്തിവെച്ചു. ദേവസ്വം മന്ത്രിയും ദേവസ്വം പ്രസിഡന്റും രാജിവെക്കണമെന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. നോട്ടീസില്ലാതെ പ്രതിഷേധത്തെ പരിഹസിക്കുന്ന ഭരണപക്ഷം പക്ഷേ ചോദ്യങ്ങൾക്ക് മുഴുവൻ ഉത്തരം നൽകിയോ? 1998 വിജയമല്യ സമർപ്പിച്ച 100 പവൻ എവിടെയെന്ന ചോദ്യത്തിന് പാളി നന്നാക്കാൻ അവതരിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം മറുപടി നൽകിയാൽ പോരാ എന്ന് ഇന്ന് ഹൈക്കോടതിയും തീർത്തു പറഞ്ഞിരിക്കുകയാണ്. മല്യവെച്ച പാളിയല്ല പോറ്റി തിരിച്ചുവച്ചതെന്ന് ചിത്രങ്ങൾ വെച്ച് ദേവസ്വം വിജിലൻസും കണ്ടെത്തിയിരിക്കുന്നു. നടന്നത് കവർച്ചയാണെന്നാണ് വിലയിരുത്തൽ. ചെമ്പിൽ സ്വർണം പൊറിഞ്ഞ പാളികൾ ചെമ്പെന്നെഴുതി നൽകിയ ദേവസ്വം ജീവനക്കാരും പ്രതിക്കൂട്ടിലാണ്. 40 വർഷം വാറണ്ടിയുള്ള സ്വർണം ഇടയ്ക്കിടയ്ക്ക് മിനുക്കാൻ കൊടുത്തതിന്റെ, അതുവഴി സ്വർണം നഷ്ടപ്പെട്ടതിന്റെ മറുപടി ഭക്തർ അർഹിക്കുന്നുണ്ട്. എല്ലാത്തിലും നമ്പർ 1 എന്ന് മേനി പറയുന്ന ഭരണകൂടം അമ്മാതിരി വർത്തമാനം പറയണ്ട എന്ന് പറഞ്ഞത് പ്രതിപക്ഷമല്ല, പാർട്ടിയുടെ മുതിർന്ന നേതാവും മുൻ ദേവസ്വം മന്ത്രി കൂടിയുമായ ജി സുധാകരനാണ്. നമ്പർ 1 എന്നാൽ സ്വർണ്ണ മോഷണത്തിലും നമ്പർ 1 എന്ന് ചോദിച്ചത് പ്രതിപക്ഷമല്ല, CPM നേതാവ് ജി സുധാകരനാണ്. കോടതി മേൽനോട്ടത്തിൽ SIT അന്വേഷണത്തിലേക്ക് കടക്കുമ്പോൾ ശബരിമലയിലെ ചെമ്പ് തെളിയുമോ? വെട്ടിപ്പുകാർ പിടിയിലാകുമോ? ഉത്തരം കിട്ടേണ്ട ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം മുട്ടി നിൽക്കുന്നവരിലേക്ക് അന്വേഷണം നീളുമോ? നമ്പർ 1 തട്ടിപ്പോ എന്നതാണ് ചോദ്യം.